ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നലെ എല്ലാവരും കൂടെ ഞങ്ങൾ നല്ല ട്രിപ്പ് പോവാണ് കേട്ടോ. മാമി അമ്മേനെ കൊണ്ടുപോണില്ലേ? അതെന്താ? ഡോക്ടറെ കാണിക്കാൻ പോവാൻ. വേഗം പോയിട്ട് വായോ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് അമ്മ. ടെൻഷൻ അടിക്കാതെ പോയിട്ട് കേട്ടോ. മുണ്ട് ചിഞ്ചിനെ കൊടുക്കാൻ തന്നേന്നല്ലേ. അപ്പൊ പിന്നെ പോയിട്ടില്ലല്ലോ. അപ്പൊ എവിടെ നടക്കും ടാറ്റ മേമേ. മുടി മിന്നു ഞാൻ ഇല്ല പരിപാടിക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. വണ്ടിയിൽ പോകണേന് ഇതൊക്കെ നടക്കാനൊന്നുമില്ലല്ലോ. എന്ത് ഇതാ ഷൂരിക്കണം. അപ്പൂന് ഷൂ വാങ്ങിച്ചിരുന്നു, ലൈറ്റ് കത്തണ ഷൂ. അപ്പൂന് ഇതൊരു ലൈറ്റ് കത്തണ ഷൂ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൂ പോയിട്ട് വരാം. പോ. ചെരുപ്പ് പുതിയതുണ്ടമ്മ? ടെൻഷൻ അടിക്കാതെ പോയിട്ട് ഷെയർ ചെയ്തില്ലായിരുന്നോ മോട്ടുവിന് തിരവയ്യ എന്നുള്ളത്? ആൾ മരിച്ചു കേട്ടോ. നമ്മൾ ഒരു 9 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ ആൾക്ക്. പക്ഷെ പെട്ടെന്ന് തന്നെ പോയി. ഭയങ്കര ഒരു ഫീലായിരുന്നു, അതുകൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തില്ല. പക്ഷേ എങ്കിലും ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് കേട്ടോ. പാവം ഗൈസ്, ഇതാണ് കേട്ടോ സുകാരി മിന്നുമോൾ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അവരെല്ലാം കൂടെ ഒരു യാത്ര പോവാണ്. എവിടേക്കാണെന്നറിയോ? നാട്യഞ്ചിറ. ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. ഷൊർണൂർ ആ ഭാഗമൊക്കെയാണ് കേട്ടോ. തൃശ്ശൂർ സ്റ്റാർട്ടിങ് ആ ഭാഗമൊക്കെ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേനെ ഒരു വൈദ്യരെ കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോർമലി എപ്പോഴും പോകാറുള്ളതാണ്. അപ്പം ലാസ്റ്റ് ടൈം കഴിഞ്ഞ കൊല്ലം അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പം കഴിഞ്ഞ കൊല്ലം അമ്മയ്ക്ക് പോലെ വയ്യാതായിരിക്കുന്ന സമയത്ത് അൽഷിഫയിൽ പോയിട്ട് ഒരു മാസത്തിനടുത്തൊക്കെ വെയിറ്റൊക്കെ ഇട്ട് കിടന്നു കേട്ടോ. കാരണം അപ്പൊക്കെ കുഞ്ഞായിരുന്നു. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. എന്നിട്ട് ഈ വൈദ്യരുടെ അടുത്ത് പോയിട്ട് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഡി ഒക്കെ നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഒഴിച്ചിലൊക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് പോയിട്ടോ. അത്രയും വയ്യാതായിട്ടാണ് പോയത്. കാറിൽ അനങ്ങുമ്പോഴൊക്കെ അത്രയും നമ്മൾ പെയിനൊക്കെ എടുത്ത് കണ്ണൊക്കെ ഇങ്ങനെ റെഡായിട്ടുണ്ടായിരുന്നു അവിടേക്ക് എത്തിയപ്പോഴേക്കും. കാരണം വേദനയൊക്കെ സഹിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അവിടെ പോയത്. പോയിട്ട് അവിടെ നാടി നോക്കി ഇങ്ങനെ എല്ലൊക്കെ കറക്റ്റ് നോക്കി അവർ ഇങ്ങനെ ഒടിക്കും. അങ്ങനെയാണ് അടുത്ത ചികിത്സ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചിൽ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പക്ഷേ പത്തിയൊക്കെ നോക്കിയിട്ട് തൈലം അങ്ങനെ കുറേ മരുന്നുകൾ, അരിഷ്ടം, കഷായം, അങ്ങനത്തെ കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. അന്ന് അമ്മ അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര വേദനയൊക്കെ സഹിച്ച് വണ്ടിയിലൊക്കെ ഇരുന്ന് പോയിട്ട് അവിടെ ചെന്ന് അവർ ഇങ്ങനെ ഒടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിട്ടും ഇങ്ങനെയൊക്കെ ആക്കി നല്ല പെയിനൊക്കെ എടുത്ത് അമ്മ നല്ല. പക്ഷേ കഴുത്തൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് നേരെ നിൽക്കാൻ പറ്റി അമ്മയ്ക്ക്. തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട് തിരിച്ചു വന്നത്. എല്ലാവർക്കും ഭയങ്കര വണ്ടറായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പക്ഷേ എല്ലാം എല്ലുകളും ഒക്കെ നല്ല ഗ്യാപ്പായെന്നൊക്കെയാണ് അന്ന് അൽഷിഫയിൽ പോയപ്പോൾ പറഞ്ഞത് റിപ്പോർട്ടൊക്കെ. പക്ഷെ ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അവരങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാവുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. അമ്മ പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അനിയത്തിയും അമ്മയും പപ്പയും കൂടെ പോയിരിക്കുന്നത്. ജിംബു പോയിട്ടില്ല. ജിംബു ഇന്നലെ ആദിക്കുട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ.
ഇന്നലെ അവിടെയാണ് സ്ലീപ്പ് ഓവർ. ആൾ വന്നു കഴിഞ്ഞാൽ എന്താവുമെന്നറിയില്ല. പിന്നെ നമുക്കൊരു 28 ഉണ്ട്. നമ്മൾ ചെറിയ മോൻ്റെ ബേബിയുടെ 28 അപ്പോൾ അതിന് പോകേണ്ടതുകൊണ്ട് ചിലപ്പോൾ അവൾക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അമ്മ വന്നിട്ട് കാണാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഗൈസ് പറഞ്ഞു വന്നത്, അപ്പം ഞങ്ങൾ ഒറ്റയ്ക്കാണ്, ഞാനും മിന്നും കണ്ണനും മാത്രം. ജമ്പ ചേച്ചിന് 8 മണി ഒക്കെ ആവും എണീക്കുമ്പോൾ. ഇപ്പം ഞങ്ങളൊന്ന് കുറേ നാൾക്ക് ശേഷം ഒറ്റയ്ക്കാണ്. ഓക്കെ ബൈ ഗൈസ്. അമ്മ വന്നിട്ട് കാണാം കേട്ടോ. വരുന്ന കുട്ടി കഴിഞ്ഞ് വരുന്ന ജിമ്പു ചേച്ചി വേണിട്ടുള്ളൂ. അമ്പടാ എങ്ങനെയുണ്ടായിരുന്നു സ്ലീപ്പ് ഓവർ? നൈസ് നൈസ്. ഗുഡ് മോർണിംഗ് ഇല്ലേ? ചേച്ചി ഇതേടെ അടിച്ചുമായിരുന്നു. ഗൈസ് നമ്മളെ വാമിക്കുട്ടിന് എത്തിയിട്ടുണ്ട്. എന്ത് സങ്കടം? കണ്ണെന്തെന്ന് പറഞ്ഞിരിക്കുന്നു. ഓരങ്ങല്ലോ. ഹലോ ഗൈസ്, ഇതാരത്? ഹലോ ചാക്കരെ, ഉറങ്ങിയാണോ? പുതിയ ബേബി ക്യാരറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ലവ് ലാപ്പല്ലത്? This is gifted by my best friend Adira Baby. ഓ ആണോ? ഓക്കെ. White turkey. ലവ് ലാപ്പിൻ്റെ ഉള്ളത്? ലവ് ലാപ്പിൻ്റെ കേട്ടോ. നൈസ് സാധനമാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ. അത് ഒന്ന് ഇതിനെന്താ പറയുക ഈ സാധനത്തിന്? സ്നഗ്ഗി അതല്ല, സ്നഗ്ഗിയല്ല, സ്നഗ് ബട്ട് ക്യാരിയറോ? ആ, ഇത് നമുക്കിങ്ങനെ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഈ ഭാഗം വെച്ചിട്ട് എടുക്കാനുള്ളത്. പിന്നെ ഇത് ബേബി ക്യാരിയർ പോലെ ഇത് യൂസ് ചെയ്യും. 2 ടൈപ്പായിട്ട് യൂസ് ചെയ്യാം സെപ്പറേറ്റ് ചെയ്തിട്ട്. ഓക്കെ കയറു. എങ്ങനെയുണ്ട്? എക്സ്പെക്ട് ചെയ്ത് തന്നെയാണോ? എക്സ്പെക്ട് ചെയ്ത് തന്നെയാണോ? പ്രതീക്ഷിച്ചത് തന്നെയാണോ? എത്ര ദിവസം? 10 ദിവസത്തിന്? അത് കൊണ്ടെല്ലാം പറഞ്ഞത് നോക്കാറില്ല, വെറുതെ ഒക്കെ വായിച്ചു വെക്കി. മറ്റേതായിട്ട് കാണണ്ടെന്ന് അറിയാം. പിടിക്കണോ? പിടിച്ചൊന്ന് ആക്കി. പക്ഷെ നീരിന്റെ ഉണ്ട്, നീര് നല്ല ഉണ്ട്. അതിന്റെ എല്ലിന്റെ ഉള്ളിൽ കൂടെ കയറിയത് ആ നീര് നല്ല. മിക്കക്കാരൻ അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ മർമ്മൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കും. നമ്മൾ എല്ലാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെന്നിമാറി, ഞരമ്പൊക്കെ തെന്നിമാറി ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ, എല്ലാം അല്ല കേട്ടോ, ഞരമ്പ് തെന്നിമാറി ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ റെഡിയാക്കും. നല്ല പെയിൻ ആയിരിക്കും 2-3 ദിവസത്തേക്ക്. ഇന്നിപ്പോൾ യാത്ര ചെയ്തതിൻ്റെ ആൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ 10 ദിവസത്തിനാണ് മരുന്ന് തന്നിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷുവറായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും മാറുന്ന തന്നെ അവർ പറയുന്നത്. പിന്നെന്താ, പഴുത്ത പ്ലാവിലെയും കരിനേശിയുടെ ഇലയും ഇന്ദുപ്പും കല്ലുപ്പും ഇവെല്ലാം കൂടെ 3 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തുണി മുക്കി പിഴിഞ്ഞെടുത്ത് പിടിക്കും. അമ്മയുടെ തമ്മടിയാ ഞാൻ കുഞ്ഞ ഇതാണോ ഇടുന്നത്?